ബീഹാറിൽ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിനെതിരെ കോൺഗ്രസ് ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിയെ പിന്തുണച്ച് ശശി തരൂർ എം പി. വോട്ടർ പട്ടിക 2 വർഷം കൂടുന്തോറും പുതുക്കണമെന്ന് ശശി തരൂർ അഭിപ്രായപ്പെട്ടു. വിശാലമായ കാഴ്ചപ്പാടിൽ പരിഗണിക്കേണ്ട വിഷയമാണിതെന്നും ശശി തരൂർ കൂട്ടിച്ചേർത്തു. വോട്ടിരട്ടിപ്പ്, മരിച്ചുപോയ വോട്ടർമാർ, സ്ഥലം മാറിപ്പോയവർ അടക്കം പട്ടികയിലുണ്ടാകും. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സുസ്ഥിരമായി വേണം വോട്ടർ പട്ടിക പരിഷ്കരിക്കേണ്ടത്. ബീഹാറിലെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ കോൺഗ്രസ് വ്യാപക പ്രതിഷേധമാണ് ഉയർത്തുന്നത്. വ്യാപകമായി വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് BJPക്ക് അനുകൂലമായ നിലപാട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുകയായിരുന്നുവെന്നാണ് ഉയർന്ന ആരോപണം. ഇതിനു പുറമെ വോട്ടർ പരിഷ്കരണത്തിന്റെ മറവിൽ പൗരത്വ രജിസ്ട്രേഷൻ അടക്കമുള്ള ശ്രമം നടക്കുന്നതായും കോൺഗ്രസ് വിമർശനമുയർത്തിയിരുന്നു. വോട്ട് മോഷണം അടക്കമുയർത്തി ബീഹാറിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ മഹാറാലി സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. RJD അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണയോടെയായിരുന്നു റാലി സംഘടിപ്പിച്ചത്. ബീഹാറിലെ 20 ജില്ലകളിലൂടെ 1300 കിലോമീറ്ററായിരുന്നു റാലി കടന്നുപോയത്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, ലാലു പ്രസാദ് യാദവ്, ദീപാൻകർ ഭട്ടാചാര്യ അടക്കമുള്ളവർ റാലിക്ക് പിന്തുണയുമായി എത്തിയിരുന്നു. കോൺഗ്രസ് വിഷയത്തിൽ ശക്തമായ നിലയുറപ്പിക്കുമ്പോഴാണ് വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തെ പിന്തുണച്ച് ശശി തരൂർ രംഗത്തെത്തിയിരിക്കുന്നത്. മുൻപ് ശശി തരൂർ സ്വീകരിച്ച പല നിലപാടുകളും കോൺഗ്രസിനെ വിട്ടിലാക്കിയിട്ടുണ്ട്. ഒരിടയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിയുള്ള തരൂരിന്റെ പ്രതികരണങ്ങൾ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയ്ക്കെതിരെ തരൂർ പ്രൊജക്ട് സിൻഡിക്കേറ്റ് എന്ന പ്രസിദ്ധീകരണത്തിൽ എഴുതിയ കുറിപ്പും വലിയ വിവാദമായിരുന്നു. നീണ്ട 21 മാസം എല്ലാ മൗലികാവകാശങ്ങളും റദ്ദാക്കപ്പെട്ടു എന്നായിരുന്നു തരൂർ പറഞ്ഞത്. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയുടെ അടിസ്ഥാന ഭരണഘടനാ തത്വങ്ങൾ ഇല്ലാതാക്കപ്പെട്ടു. അന്നത്തെ ഇന്ത്യയല്ല ഇന്നത്തെ ഇന്ത്യ എന്ന് പറഞ്ഞ തരൂർ ഇന്ന് കൂടുതൽ ശക്തമായ ജനാധിപത്യമുള്ള രാജ്യമായി ഇന്ത്യ മാറിയെന്നും അഭിപ്രായപ്പെട്ടിരുന്നു. തുടർച്ചയായി കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചതോടെ തരൂരിനെതിരെ ഹൈക്കമാൻഡിൽ അമർഷമുയർന്നിരുന്നു. തരൂരിനെ കയറൂരി വിടരുതെന്നും മോദിയെ പുകഴ്ത്തിയും കോൺഗ്രസിനെ ഇഴർത്തിയുള്ള പ്രതികരണങ്ങൾ ഗൗരവമായി കാണണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. ഒരു ഘട്ടത്തിൽ തരൂർ BJPയിലേക്ക് പോകുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ തരൂർ തന്നെ അത് തള്ളി രംഗത്തെത്തിയിരുന്നു.